എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി കെൽസയിലേക്ക് ഇപ്പോൾ 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട്. ഓഫീസ് അറ്റൻഡൻറ്റ്, ഓഫീസ് അസിസ്റ്റൻറ്റ്, റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഏതൊക്കെ തസ്തികയിലാണ്, എവിടേക്കാണ് വേക്കൻസി വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്ലർക്കാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബേസിക് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ സ്കിൽസ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഫയൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫയൽ മെയിൻ്റനൻസ് ആൻഡ് പ്രോസസ്സിംഗ് നോളജ്, ഇതൊക്കെയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അടുത്ത പോസ്റ്റ് റിസപ്ഷനിസ്റ്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്, ഗ്രാജുവേഷനാണ് വേണ്ടത്. കൂടാതെ എക്സലൻറ്റ് വെർബൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. വേർഡ് ആൻഡ് ഡാറ്റ പ്രോസസ്സിംഗ് എബിലിറ്റീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിട്ടുള്ള ടെലിഫോൺ അല്ലെങ്കിൽ ഫാക്സ് മെഷീൻ, സ്വിച്ച് ബോർഡിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഗുഡ് ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. ഇതാണ് യോഗ്യത വേണ്ടത്. ഇനി അടുത്ത പോസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ പിയൂണാണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റ് ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ 3 പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഓരോ തസ്തികയിലും ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ജോബ് റോൾ അതാത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശമ്പളം നോക്കാം. ക്ലാസ് എ ടൗൺസ് ആയിട്ടുള്ള തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോടാണെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് 24,000 രൂപയാണ്. റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 19,000 രൂപ. ഓഫീസ് അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ പിയൂൺ 14,000 രൂപ. ഇതാണ് ശമ്പളം വരുന്നത്. ഇനി ക്ലാസ് ബി ടൗൺസ് ആയിട്ടുള്ള തൃശ്ശൂർ, കൊല്ലം, കണ്ണൂരാണെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് 19,000 രൂപ. റിസപ്ഷനിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 16,000 രൂപ. ഓഫീസ് അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ പിയൂൺ 12,000 രൂപയാണ് ശമ്പളം. ഇനി ക്ലാസ് സി ടൗൺസ് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡ്, ഇവിടെ എവിടെയെങ്കിലുമാണ് ജോലി വരുന്നതെന്നുണ്ടെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് 15,000 രൂപ. റിസപ്ഷനിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 14,000 രൂപ. ഓഫീസ് അറ്റൻഡൻറ്റ് ഓർ പിയൂൺ ആണെങ്കിൽ 12,000 രൂപ. ഇങ്ങനെയാണ് നിങ്ങളുടെ മന്ത്ലി റെമുനറേഷൻ വരുന്നത്. ഇനി വേക്കൻസി നോക്കാം. കൊല്ലത്താകെ 2 വേക്കൻസിയാണുള്ളത് ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ. പത്തനംതിട്ടയിൽ പിയൂൺ 1 വേക്കൻസി ഉണ്ട്. തൃശ്ശൂർ ഓഫീസ് അസിസ്റ്റൻറ്റ് 1 വേക്കൻസി, പിയൂൺ 1 വേക്കൻസി. മഞ്ചേരിയിൽ പിയൂണാണ് 1 വേക്കൻസി ഉള്ളത്. വയനാട് ഓഫീസ് അസിസ്റ്റൻറ്റ് 1 വേക്കൻസി. കോഴിക്കോട് ഓഫീസ് അസിസ്റ്റൻറ്റ് 1 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ഇനി നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് പോസ്റ്റ് വഴി നിങ്ങൾ അപേക്ഷ അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി സഹിതമാണ് അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഏത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അയക്കേണ്ട അഡ്രസ്സ് ഇപ്പോൾ ഓഫീസ് ഓഫ് ദി സെക്രട്ടറി എന്ന് എഴുതിയിട്ട് DLSA, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി. നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് അയക്കുന്നത്, കൊല്ലം ആണെങ്കിൽ കൊല്ലം എന്ന അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത്. അപേക്ഷ കിട്ടേണ്ട അവസാന തീയതി മാർച്ച് 19 വൈകുന്നേരം 5 മണി വരെയാണ്. നന്ദി.